കരയുദ്ധത്തിന് അമേരിക്ക. പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനികരെ അയച്ചിരിക്കുകയാണ് കരയുദ്ധത്തിന് അമേരിക്ക. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള താവളത്തിൽ നിന്നും 2500 മെറീനുകൾ പുറപ്പെട്ടു. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിലാണ് യാത്ര. ചുരുക്കത്തിൽ ആത്മഹത്യാപരമായ ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചതെന്ന് യുദ്ധ നിരീക്ഷകർ പറയുന്നു. കരയുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ഇറാഖിൽ നടത്തിയതുപോലെയുള്ള ചെറുകിട അഭ്യാസമല്ല ഇത്. ഇറാൻ അത് തെളിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് യുഎഇയിൽ ഇറാനിലെ ആക്രമണം ഉണ്ടായി. ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രി സോണിലായിരുന്നു ആക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തുവെങ്കിലും ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ് അവിടെ തീപിടിച്ചു. ആർക്കും അപായം ഉണ്ടായില്ല. തീ അണയ്ക്കാൻ യുഎഇയുടെ സുരക്ഷാ വിഭാഗം പണിപ്പെടുകയാണ്. അതിനിടയിലാണ് കരയുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ട്രംപ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അമേരിക്കയും ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം അതിൻ്റെ രൂക്ഷതയിൽ എത്തി നിൽക്കുന്നു. ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെ പകുതി മാത്രമേ ഇതുവരെ പ്രയോഗിച്ചിട്ടുള്ളൂ. പകുതി ശക്തി മാത്രമേ ഇറാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി മറുപകുതി കാണാനേ ഉള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവരുടെ സംരക്ഷണത്തിനായി കൂടുതൽ സൈനികരെ വിന്യസിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പലയിടത്തും താറുമാറായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം താറുമാറാകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ സൂചനയാണ്. ഇറാന് മുമ്പിൽ അമേരിക്ക പതറുകയാണ് ഇപ്പോൾ. ഒറ്റയ്ക്കല്ല അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, ഒപ്പം ഇസ്രായേലുമുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഷിയ മുസ്ലിം രാജ്യമായ ഇറാനെ ആക്രമിക്കുന്നു. അതിന് മറുപടി അപ്പോൾ ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇറാൻ കൃത്യമായി ആക്രമിക്കുന്നത് അമേരിക്കയുടെ ആസ്ഥാനങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ ആസ്ഥാനങ്ങളിലേക്കാണ്. യുഎഇയിൽ ഇറാൻ ആക്രമണം നടത്തിയത് തങ്ങളുടെ എണ്ണപ്പാടം ആക്രമിച്ചതിന് പ്രതികാരമായിട്ടാണ്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എണ്ണപ്പാടത്തിൽ അവർ ബോംബിട്ടു. ഇറാനിൽ കറുത്ത മഴ ഉണ്ടായി. ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് യുഎഇയിലെ ഇറാൻ ആക്രമണത്തെ കരുതുന്നത്. യുഎഇയിലെ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രി സോണിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തതായി യുഎഇ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെ വലിയ തീപിടുത്തം ഉണ്ടായെന്ന് സൂചനയുണ്ട്. ആ തീയണയ്ക്കാൻ പാടുപെടുകയാണ് യുഎഇ സുരക്ഷാ സേന. എന്തായാലും മുജ്തബ കൊമേനിയുടെ കീഴിൽ ഇറാൻ ശക്തിയാർജിച്ച് വരികയാണ്. മുജ്തബ കൊമേനിയെ വധിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരിക്കുന്നു. ഇസ്രായേലും പറയുന്നത് മുജ്തബ കൊമേനിയെ വധിക്കും എന്നാണ്. പക്ഷേ കൊമേനിയെ വധിച്ചതുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണഘടന മാറുകയില്ല. മുജ്തബ കൊമേനിയെ കൂടാതെ അബ്ബാസ് അറാഗ്ചി, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും US-ൻ്റെയും ഇറാൻ്റെയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഇവരെയൊക്കെ കൊല്ലാനാണ് US-ൻ്റെയും ഇറാൻ്റെയും പ്ലാൻ. ഒരു രാജ്യത്തിലെ മുഴുവൻ ഭരണാധികാരികളെയും തട്ടിക്കളയുക. അങ്ങനെ തട്ടിക്കളഞ്ഞ് ആ രാജ്യത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക. അതിനാണ് US-ഉം ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇറാനിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് IRGC റിപ്പോർട്ട് ചെയ്തു. അവരുടെ സൈന്യം ആഭ്യന്തര യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായി അതിനെ നേരിടാനും IRGC തീരുമാനിച്ചു. അമേരിക്കയുടെയും ഇറാൻ്റെയും സ്പോൺസർഷിപ്പിൽ ആഭ്യന്തര യുദ്ധം ഇറാനിൽ നടത്തുന്ന അല്ലെങ്കിൽ ഇറാനിൽ കലാപം ഉണ്ടാക്കുന്ന ആരെയും വകവരുത്തും എന്നാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. കരയുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങിയിരിക്കുന്നു.